ഹലോ. അതെ, ഞാനൊരു വീഡിയോ ചെയ്യാനായിട്ട് കുറേ നേരമായി ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഇമോഷണലായിട്ട് അതിങ്ങനെ ഇടയ്ക്കിടയിൽ കട്ട് ചെയ്യേണ്ടി വന്നിട്ടാണ്. ഒരു 4-5 പ്രാവശ്യം കഴിഞ്ഞിട്ടാണ് ഇപ്പം വീണ്ടും സെറ്റ് ചെയ്തിട്ട് ഇത് എടുക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു വാർത്ത കാണാനിടയായി. അതിങ്ങനെ ആ കുട്ടി ഓഡിയോ കോള് ചെയ്തിട്ട് പിന്നെ ആ കുട്ടിയുടെ ശബ്ദ സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചിട്ടുള്ളതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനസ്സിനൊരു താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറമുള്ള ഒരു ഭാരമായിട്ട് ഇങ്ങനെ അത് കേൾക്കാനിടയായി. അപ്പം എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് മാത്രമല്ല, എനിക്ക് 3 പെൺകുട്ടികളാണ്. എൻ്റെ ഈ 3 പെൺകുട്ടികളും പിന്നീട് എപ്പോഴാണെങ്കിലും അവരുടെ ഉമ്മ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അവരുണ്ട് എന്ന് തോന്നിപ്പിക്കാനും കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും, പ്രത്യേകിച്ച് എൻ്റെ 3 മക്കൾക്കും കൂടിയിട്ടാണ്. അപ്പം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് വിവാഹത്തിന് മുമ്പ് അവർക്ക് ചുറ്റും എല്ലാവരും ഉണ്ടായിരിക്കും. എത്രത്തോളം നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ വീട്ടിൽ എത്രത്തോളം കുറവുണ്ടെങ്കിലും ആ കുറവിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സ്നേഹം മാത്രം ആഗ്രഹിച്ചുകൊണ്ടിരിക്കും ഒരു പെൺകുട്ടി കഴിയുന്നത്. ഒരു പക്ഷേ അതൊരു കുടിലിലായിരിക്കാം, അല്ലെ വലിയ വീട്ടിലായിരിക്കാം, എന്ത് തന്നെ ആയിക്കോട്ടെ, അവിടെ ഒരു സന്തോഷമായിട്ടുള്ളൊരു സന്ദർഭത്തിലും സാഹചര്യത്തിലായിരിക്കും ഓരോ പെൺകുട്ടിയും വളർന്നു വരുന്നത്. അതിനുശേഷം ഒരു വിവാഹം ചെയ്ത് അയക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മളെക്കാട്ടിലും നമ്മൾ അന്വേഷിച്ചും പിടിച്ചും കുഴപ്പമില്ല എന്ന് തോന്നുമ്പോഴാണല്ലോ പറഞ്ഞയക്കുന്നത്. അതിനുശേഷം അതൊരു അയക്കൽ തന്നെയാണ്, എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും. അപ്പോൾ ഇത് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മാതാപിതാക്കളും അത്രത്തോളം ആണെന്ന് അറിയില്ല. പക്ഷേങ്കിൽ നമ്മൾ എപ്പോഴും ആ പെൺകുട്ടിക്ക് അതുവരെയുള്ളതിനേക്കാട്ടിലും കൂടുതൽ കരുണയും ദയയും അതുപോലെ തന്നെ എന്താ പറയുക, ഒരു മുഖം വാടി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് ചോദിച്ചറിയാനുള്ളൊരു ബുദ്ധിവൈഭവം നമ്മളുടെ മാതാപിതാക്കൾക്ക് ഉണ്ടായിരിക്കണം. ഒരുപക്ഷെ അവരവിടെ കയറി ഓരോ പെൺകുട്ടികളും കഷ്ടപ്പെട്ട് പറഞ്ഞയച്ചതല്ലേ എന്ന് വിചാരിച്ച് എല്ലാ പെൺകുട്ടികളും ഒരുപോലെ ആയെന്ന് വരില്ല. ചിലർ അപ്പം തന്നെ എല്ലാം വിളിച്ച് പറയുന്നതായിരിക്കാം. ചിലർ ഒറ്റയ്ക്കിങ്ങനെ ഉള്ളിലൊതുക്കുന്ന ടൈപ്പ് പെൺകുട്ടികളുണ്ടായിരിക്കാം. അപ്പം അങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ ഉള്ളൊരു മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മുഖം വാടിക്കഴിഞ്ഞാൽ നമ്മൾ മാതാപിതാക്കൾക്കത് മനസ്സിലാവാൻ സാധിക്കണം. അപ്പം ഇതുവരെ ആരുണ്ടായിരുന്നു എന്നുള്ളതല്ല, അതിനുശേഷമാണ് ഒരു പെൺകുട്ടി മനസ്സിലാക്കുക. എപ്പോഴും പല പെൺകുട്ടികളും, ഞാൻ ഉൾപ്പെടെ പല പെൺകുട്ടികൾക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമായിരിക്കും, കല്യാണത്തിന് മുമ്പുമല്ല നമ്മളുടെ ചുറ്റും ആളുകൾ വേണ്ടത്, അതിനുശേഷമാണ് നമുക്ക് എല്ലാവരും വേണ്ടത് എന്നുള്ളൊരു ഓർമ്മിക്കൽ എപ്പോഴും പല പെൺകുട്ടികൾക്കും ഉണ്ടായിട്ടുണ്ടാവും. ഭയങ്കര നിസ്സഹായാവസ്ഥയായിരിക്കും. കയറി ചെല്ലുന്ന വീട്ടിൽ അവർ ചോദിക്കുക, ഇവിടെ വല്ല പട്ടിണി ഉണ്ടോ, അല്ലെങ്കിൽ ഉടുക്കാൻ വല്ല വസ്ത്രത്തിന് വല്ല കുറവുണ്ടോ എന്നായിരിക്കും ചോദിക്കുക. അതിനപ്പുറം പല കുറവുകളും പലതും കാണേണ്ടിയും കേൾക്കേണ്ടി വരും. അപ്പോൾ ഒരു മനോധൈര്യത്തിന് സ്വന്തം വീട്ടുകാർ അവൾക്കൊരു താങ്ങായിട്ടും തണലായിട്ടും വേണം എന്നുള്ളതാണ്. ആ പെൺകുട്ടിയൊരു മുഖം ഒരു പക്ഷേ ഒരു സൈക്കിൾ മെന്ന് വീണ ചിരിയോടെ ആയിരിക്കും, അതായത് ചമ്മിയ ചിരിയില്ലേ. നമ്മളിപ്പോൾ പണ്ട് സൈക്കിൾ ഓടിക്കുമ്പോൾ ഒക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുഖത്തൊരു ചമ്മിയ ചിരിയൊക്കെ ഉണ്ടാവും. നമ്മൾ ആ ചിരിയെക്കാട്ടിലും അപ്പുറം വേറൊരു ചിരിയായിരിക്കും കേട്ടോ. അത് പിന്നെ നമുക്കത് പഠിച്ചെടുക്കണം എന്നുള്ള എൻ്റെ ആ ഒരു ഇഷ്ടത്തോടുകൂടിയുള്ള ചിരി എന്നൊക്കെ പറയുമ്പോൾ അത് വേറെയാണ്. അതിനെതിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഉള്ളു നീറിക്കൊണ്ട് ചിരിച്ചു നിൽക്കണ ഒരു അവസ്ഥയുണ്ട് പെൺകുട്ടികൾക്ക്. അത് നമ്മളുടെ ഓരോ മറ്റാരും ശ്രദ്ധിച്ചെന്ന് വരില്ല, മറ്റു ഒരാളും ചിലപ്പോൾ അതിനെ ഇടപെടാൻ വരില്ല. പക്ഷേ പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് അതിനുള്ളൊരു ബുദ്ധി വൈഭവം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. നമ്മളുടെ മക്കൾക്ക് എന്ത് സാഹചര്യത്തിലാണ് അവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ അവർ സുഖമാണെന്ന് പറഞ്ഞാൽ പോലും അവരുടെ കണ്ണിലോ മുഖത്തോ എന്തെങ്കിലും ഒരു ഭാവ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോ എന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് തയ്യാറായിട്ട് നിൽക്കണം. അപ്പം എന്നെ കേൾക്കുന്ന ചിലരൊക്കെ വിചാരിക്കും,
മക്കളൊക്കെ ഇങ്ങനെ പഠിപ്പിച്ച് വെച്ചേക്കണത്. അതായത് ചെറിയൊരു കാര്യത്തിന് പിണങ്ങി പോരാനോ അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുവരാനോ നിൽക്കുന്ന ഒരു ഉമ്മയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ 3 മക്കളെ ഞാൻ വളർത്തുന്നത് അവരുടെ കുറവ് കണ്ടു കഴിഞ്ഞാൽ അത് കുറവാണെന്ന് പറയാനും അതല്ലാന്നുണ്ടെങ്കിൽ അവർ ശരിയല്ലാന്ന്, അത് ചെയ്യണത് ശരിയല്ലാന്ന് ഉറച്ച സ്വരത്തിൽ തന്നെ പറഞ്ഞു നിൽക്കും. എല്ലാവരും പറയുമ്പോൾ യെസ് മോളുന്ന ഒരു പൊട്ടുപിടിച്ചൊരു ഉമ്മയായിട്ടൊന്നും എനിക്ക് തന്നെ ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പം അത്യാവശ്യം അവരുടെ സാമർഥ്യമായാലും അവരുടെ തമാശകളാണെങ്കിലും അവർ സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സീരിയസ് ആയിട്ട് എടുക്കാനും അറിയുന്നൊരു വ്യക്തിയായിട്ട് തന്നെ എനിക്ക് തോന്നിയേക്കണത്. അപ്പം മക്കൾ 3 തരത്തിലാണ്. ഇപ്പം 3 പെൺകുട്ടികളാണ് എനിക്കുള്ളത്. അപ്പം അവർക്ക് നാളെ ഈ 3 മക്കളും എന്നോട് എല്ലാം ഒരുപോലെ പറയുന്ന കുട്ടികൾ. അത് 2 മക്കൾ എൻ്റെ അടുത്ത് എല്ലാ നിസ്സാര കാര്യങ്ങളും വന്ന് പറയുന്നതും, ഒരു കുട്ടി എൻ്റെ അടുത്ത് ഒന്നും ഷെയർ ചെയ്യാത്തൊരു കുട്ടിയാണ്. അപ്പം എനിക്ക് 3 മക്കളും ഒരുപോലെയാണ്. 3 പേർക്കും ഒരേ രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് കൊടുക്കുക. ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ. കാരണം ഒരു കുട്ടി മാത്രമാണ് ഇപ്പോൾ ഒരു 20 വയസ്സായ കുട്ടി. ബാക്കി ഇനി 16ാമത്തെ വയസ്സാവുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്കും ഇതേ ലെവലിലുള്ള ഇതേ രീതിയിൽ തന്നെ പൈസ ചിലവാക്കിക്കൊണ്ടുള്ള എന്താണോ ആ കുട്ടിയുടെ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം കൊടുക്കാനും ഒരേ രീതിയിൽ തന്നെയാണ് നമ്മൾ മക്കളെ വളർത്താൻ ശ്രമിക്കുന്നതും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതും. പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് 3 മക്കൾക്കും ഒരേ തരത്തിലുള്ള ബുദ്ധിയും കൊടുത്തിട്ടുണ്ട്. ആർക്കും ഒരാൾക്ക് ബുദ്ധി കൂടുതൽ ഒരാൾക്ക് ബുദ്ധി കുറവ് എന്നൊന്നും പറയാനില്ല. 3 പേർക്കും നല്ല ബുദ്ധിയും തൻ്റെ ഇടവും പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് അതും കിട്ടിയിട്ടുണ്ട്. അപ്പം എൻ്റെ മക്കൾക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ശരിയല്ല എന്ന് പറയാനും അവിടെ നിന്ന് പോരാനും എപ്പോൾ എന്ത് സാഹചര്യം ഉണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് വരാനുള്ള ഇത് ഇപ്പം ഞാൻ പറയണം അവർക്ക്. പിന്നീട് അങ്ങനെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബാധ്യതയാവുമെന്നൊന്നും മക്കൾ വിചാരിക്കേണ്ട കാര്യമില്ല. പലപ്പോഴും നമ്മളുടെ വിവാഹം എന്ന് പറയണത് ഒരു ബാധ്യത. ഇപ്പം എൻ്റെ വിവാഹം എന്ന് പറയുന്നത് ഒരുപാട് ബാധ്യത വരുത്തിയിട്ടാണ് കുടുംബക്കാർ നമ്മളെ വിവാഹം ചെയ്ത് അയക്കുന്നത്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചൊരു കൊന്ന പൂത്ത പോലെ എന്നൊക്കെ പറയും, ഒരു അലങ്കരിച്ച് ഒരുക്കി ഭയങ്കര, അതിപ്പോൾ എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യം തന്നെയാണ്. ഇങ്ങനെ നല്ല സർവാഭരണ ഭൂഷിതയായിട്ടൊക്കെ ഇറങ്ങുക പറയുന്നത് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ്. പക്ഷെ അതിലൊന്നും ഒരു അർത്ഥമില്ല എന്നുള്ളത് ആ കല്യാണം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരുപക്ഷെ എൻ്റെ കുടുംബക്കാരായിക്കോട്ടെ ആരും ആയിക്കോട്ടെ ഇത്രയും ഗോൾഡും കാര്യങ്ങളൊക്കെ അവർ ബാധ്യതയായിട്ടും തന്നയക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, നമ്മളുടെ മക്കളവിടെ സമാധാനത്തോടുകൂടിയും അന്തസ്സായിട്ടും ഒരു കുറവില്ലാതെ അവർ നോക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ബാധ്യത വന്നിട്ടും അവർ പറഞ്ഞേക്കുന്നത്. പക്ഷേങ്കിൽ പലയിടത്തും ചിലപ്പോൾ അതിനുള്ള ആ കൊടുത്ത് വിട്ടിട്ടും നമ്മൾ കേൾക്കേണ്ടത് നമ്മൾ കേൾക്കേണ്ടി വരും, നമ്മൾ സഹിക്കേണ്ടത് നമ്മൾ സഹിക്കേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മക്കൾക്ക് ബാധ്യത വരുത്തിക്കൊണ്ടും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലുള്ളതും മുഴുവനും അവർക്കായി സമർപ്പിച്ചിട്ട്, അതായത് വിവാഹം ചെയ്ത് അയക്കുമ്പോൾ അവർ മനസ്സമാധാനത്തോടുകൂടി കഴിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ കുടുംബത്തെ മനസ്സമാധാനം കളഞ്ഞിട്ട് അവർക്ക് ഒന്നും കൊടുത്തു വിടണ്ട. നല്ല വിദ്യാഭ്യാസം കൊടുക്കും. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ 3 മക്കൾക്ക് നല്ലോണം പൈസ ചിലവാക്കിയിട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അത്യാവശ്യം നല്ല അവർക്ക് ഒരു സ്കൂളിലായിക്കോട്ടെ ഒന്നിനൊരു കുറവില്ലാതെ തന്നെയാണ്. ഇനിയുള്ള ബാക്കി 2 മക്കളെ പഠിപ്പിക്കാനും ഇവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനുള്ള ഒരു സാമ്പത്തിക ചുറ്റുപാട് നമ്മൾ ഏകദേശം പെട്ടെന്ന് നമുക്കൊരു എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പോലും അവരുടെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കരുതി വെച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അതിനപ്പുറം ഒരു പട്ടിണി കൂടാതെ അവർക്ക് ജീവിക്കാൻ, പിന്നെ വിദ്യാഭ്യാസം ഉണ്ട് അവരുടെ ഒരു തൻ്റെ ഇടവും വൈഭവം അനുസരിച്ച് നമ്മളുടെ മക്കൾ ഉണ്ടാക്കട്ടെ, അത്രയുള്ളൊരു കരുതൽ തന്നെയൊക്കെ നമ്മളവർ കരുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നേരെ മറിച്ച് എല്ലാതും ഒരു കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ അവർ അവിടെ ജീവിക്കുമെന്ന് വിചാരിച്ചിട്ടോ കുറേ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ മക്കൾക്കായാലും ഇത്രയും കഷ്ടപ്പെട്ട് പറഞ്ഞയച്ചതാണ്, പിന്നെ അവിടെ ചെന്നിട്ട് നമുക്കിവിടുത്തെ ദുഃഖം പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത്രയൊക്കെ വലിയ ആർഭാടത്തിൽ ഒരുപാട് പൈസ ചിലവാക്കി വിവാഹം കഴിച്ച് അയപ്പിച്ചതാണ്, കാറ് തന്ന് ഗോൾഡ് തന്ന്
ആഡംബരം 3, 4, 5 ദിവസത്തെ ചിലവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എടുത്താൽ പൊങ്ങാത്തൊരു വലിയ ചിലവൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള ചിലവുകൾക്കൊന്നും നമ്മൾ ഇനി നിൽക്കാതെ, ഇപ്പം എൻ്റെ മക്കൾക്ക് ആഭരണം ഇടോ ഇല്ലേ എന്നുള്ളതൊന്നും ഒരു പക്ഷേ നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ 2 മാല ഇടാൻ ആഗ്രഹം ഉണ്ടായിരിക്കാം, 4 മാല, അവരുടെ ഭംഗി എങ്ങനെയാണോ അതുപോലെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും. പക്ഷേ മക്കൾക്ക് ഗിഫ്റ്റായിട്ട് കല്യാണം കഴിച്ച് ചെല്ലുന്ന വീട്ടിൽ ഒരു ബോക്സിലാക്കി ഇങ്ങനെ ഗോൾഡ് കൊടുത്തയക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയൊരു പക്ഷേ നമ്മളുടെ മക്കൾക്ക് കരുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളുടെ മക്കൾക്ക് കരുതും. നമ്മളുടെ ഉള്ളതിനനുസരിച്ച് നമ്മൾ കരുതുകയും ചെയ്യും, കരുതി വെക്കുകയും ചെയ്യും. പക്ഷേ അത് കൊടുക്കോ ഇല്ലേ എന്നുള്ളത് സന്ദർഭവും സാഹചര്യവും അനുസരിച്ചിരിക്കും. അപ്പോൾ എന്നെ കേൾക്കുന്നവർക്ക് ഇത് എത്രത്തോളം തീരുമാനിക്കാമെന്നറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ മക്കൾക്കും കൂടെ ഉദ്ദേശിച്ച് പറയുന്നതാണ്. എൻ്റെ മക്കൾക്ക് നാളെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അവരുടെ ഉമ്മ ഉണ്ട്, വാപ്പ ഉണ്ട് എന്ന് വിചാരിച്ച് അവർക്ക് ഫോൺ ചെയ്യാനും അവർക്ക് അവരുടെ വിഷമങ്ങൾ പറയാനുള്ള സാഹചര്യം ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ മക്കളെ ഒരു കടത്ത് കഴിച്ച പോലെ, പക്ഷെ അങ്ങനെയല്ല, നമുക്ക് സ്നേഹമില്ലാഞ്ഞിട്ടെന്നല്ല, ചില മാതാപിതാക്കൾക്ക് അത് അറിയണില്ല. സമൂഹം എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ബന്ധുക്കൾ എന്ത് വിചാരിക്കും, അയൽവാസികൾ എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അവിടെ തന്നെ നിർത്തണതുണ്ട്. അങ്ങനെ ഒരു വീട്ടിൽ നമ്മൾ നമ്മളുടെ മക്കളെ വിഷമിച്ചും കണ്ണീരും ഇങ്ങനെ ഒരു കയറുമ്മൽ അവസാനിപ്പിക്കാനൊന്നും നിർത്തേണ്ട കാര്യമില്ല. ഇപ്പം മദ്യപാനികളായിട്ടുള്ള ഭർത്താക്കന്മാരുണ്ടാവും, പിന്നെ പല ദുസ്വഭാവമുള്ളവരുണ്ടാവും. അവർക്കത് തുടക്കം തന്നെ അതിൽ നിന്ന് പോകാൻ പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടികളും, എൻ്റെ 3 പെൺകുട്ടികൾ പ്രത്യേകിച്ച്, ഒട്ടും തന്നെ മടിച്ചു നിൽക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക്, ഈ മദ്യപാനികളുടെ കൂടെയും അതുപോലെ തന്നെ ഈ പല ദുസ്വഭാവമുള്ളവരുടെ കൂടെ ഒന്നും നമുക്ക് സഹിച്ചും ക്ഷമിച്ചൊന്നും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ജീവിതമൊന്നും കളയൊന്നും വേണ്ട. ഒരു കല്യാണം മാത്രമല്ല നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്. ജീവിതം പലതരത്തിലും ഉണ്ട്. ഭംഗിയായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ സഹിച്ചും ക്ഷമിച്ചൊന്നും ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരു പക്ഷെ നമ്മളോട് ചോദിക്കും, വലിയ കുടുംബക്കാരൊക്കെ പോലെ തോന്നും. എന്നിട്ട് ചോദിക്കും, ഭക്ഷണത്തിന് കുറവുണ്ടോ, വസ്ത്രത്തിന് കുറവുണ്ടോ, ഇവിടെ ആരെങ്കിലും പറ്റാത്ത വർത്താനം പറയുന്നുണ്ടോ? പറ്റാത്ത വർത്താനം എന്ന് പറയുന്നത് ഈ അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള വർത്താനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ തെറി മാത്രമാണോ ഇഷ്ടപ്പെടാത്ത വർത്താനം എന്ന് ഉദ്ദേശിക്കുന്നതുണ്ട്. പക്ഷെ പലതരം കുത്തുവാക്കുകളുണ്ട്. അത് തെറി പറയുന്നതിനേക്കാൾ മൂർച്ചയേറിയ കുത്തുവാക്കുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കുത്തുവാക്കുകളൊക്കെ കേട്ടിട്ട് സഹിച്ച് നിസ്സഹായാവസ്ഥയോട് നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അപ്പം ഒരു പക്ഷേ ഒരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഇനി സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറ്റില്ലെങ്കിൽ തന്നെ ഒരു ജോലിയുള്ള പെൺകുട്ടിക്ക് സ്വന്തമായിട്ടൊരു വാടകയ്ക്കാണെങ്കിലും മാറി താമസിക്കാനുള്ള തൻ്റെയോ സാമർഥ്യമൊക്കെ പെൺകുട്ടികൾക്ക് വേണം. ഈ ബന്ധുക്കളും ആളുകളൊക്കെ കുറ്റം പറയുന്നവർ കുറച്ച് നാൾ കഴിഞ്ഞാൽ മനസ്സിലാവും അവർക്ക് ആരാണ് ശരി ആരാണ് തെറ്റ് എന്നുള്ളത് പതിയെ മനസ്സിലാവും. നമ്മൾ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾക്ക് നമ്മളുടെ സേഫ് ആയിട്ടുള്ള ഭാഗത്തേക്ക് നീങ്ങാം. എന്നെ കേൾക്കുന്ന പെൺകുട്ടികളുടെ അമ്മമാരുണ്ടെങ്കിലും അതുപോലെ തന്നെ പെൺകുട്ടികളുണ്ടെങ്കിലും, പ്രത്യേകിച്ച് ഇപ്പം എൻ്റെ മക്കളും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ബുദ്ധിയിലും സാമർഥ്യത്തിലും നല്ലത് അത് വിചാരിച്ച് ഈ ഭർത്താവിൻ്റെ വീട്ടിലെ ഈ ചെറിയ ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരുടെ നിസ്സഹായാവസ്ഥകൾ മുതലെടുത്തോണ്ടല്ല, അതൊന്നല്ല. അതിനൊക്കെ നമുക്ക് കൂട്ടു നിൽക്കണം. അങ്ങനെയുള്ളതല്ല. നമ്മളിങ്ങനെ ആക്രമിക്കുന്ന രീതിയിലുള്ള ഒരവസ്ഥ വരും. ഞാൻ പറഞ്ഞില്ലേ, എനിക്കതിനുള്ള ബുദ്ധിയും തൻ്റെ ഇടമൊക്കെ ഉണ്ട്. അത് തിരിച്ചറിയാൻ എൻ്റെ മക്കൾക്ക് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ബുദ്ധിയും തൻ്റെ ഇടം എനിക്ക് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് തിരിച്ചറിയാനും അവരെ തിരിച്ച് കൊണ്ടുവരാനുള്ളൊരു തൻ്റെ ഇടമൊക്കെ എനിക്കുണ്ട്. ധൈര്യപൂർവ്വം ഞാൻ കൊണ്ടുവരും. അപ്പം എൻ്റെ കേൾക്കുന്ന 3 മക്കളിൽ അതിൽ 2 മക്കൾ എൻ്റെ അടുത്ത് A to Z പറയുന്ന മക്കൾ, ഒരു കുട്ടി മാത്രമാണ് എൻ്റെ അടുത്ത് എല്ലാ വിവരങ്ങളും
തുറന്ന് പറയാത്ത രീതി അല്ല, 3 മക്കളും ഒരുപോലെ ആയിരുന്നില്ലേ, ആ തുറന്ന് പറയാത്ത കുട്ടി പോലും എൻ്റെ അടുത്ത് ഒരു കാര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മടിക്കേണ്ട പറയാന്നുള്ളത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എന്തൊക്കെ പറഞ്ഞെന്ന് എനിക്ക് തന്നെ ഒരു പിടുത്തം കിട്ടുന്നില്ല. പക്ഷേ ഇത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളുടെ മക്കൾക്ക് എപ്പോഴും താങ്ങും തണലായിട്ട്, വിവാഹത്തിന് മുമ്പ് ഒരുപക്ഷെ നമ്മളുടെ വീട്ടിൽ നമ്മളുടെ കുറവും നമ്മളുടെ സമൃദ്ധിയിലും എല്ലാത്തിലും അവരൊരുമിച്ചുണ്ടായിരിക്കാം. പക്ഷേ പറഞ്ഞയച്ചു കഴിഞ്ഞാലാണ് ഫുള്ള് നമ്മളുടെ കണ്ണും ശ്രദ്ധയും കൂടുതൽ വേണ്ടത് ഒരാളുടെ കൈ പിടിച്ച് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞേക്കുമ്പോഴാണ്. അപ്പോൾ എന്നെ കേൾക്കുന്നവരെല്ലാവരും, പ്രത്യേകിച്ച് ഞാനും, നമ്മളുടെ മക്കളിൽ കൂടുതൽ കരുതലുണ്ടാവുക. എല്ലാ മക്കൾക്കും നല്ല ബന്ധമൊക്കെ കിട്ടട്ടെ. അതൊരു ഇപ്പോഴത്തെ കാലത്തൊരു ഭാഗ്യം പോലെ തന്നെയാണ്. മറ്റുള്ളവർ പരിഹസിക്കായിരിക്കും, സെപ്പറേറ്റായി കല്യാണം കഴിഞ്ഞതേ ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, അവിടുത്തെ സുഖസൗകര്യങ്ങൾ പോരാതെ സ്വന്തം വീട്ടിൽ ഒരു ഇതായിട്ട് വന്ന് നിന്നിട്ട് പരാജയപ്പെടുന്ന പെൺകുട്ടികൾ ഒരുപാടുണ്ട് കേട്ടോ. അങ്ങനെയും കണ്ടിട്ടുണ്ട്. അത് വേറെ വശം. അതിനൊന്നും ഞാൻ കൂട്ടു നിൽക്കില്ല. അതും വേറെ കാര്യം. ഞാനും നിൽക്കില്ല, എൻ്റെ ഭർത്താവും നിൽക്കില്ല. എന്തായാലും ആ വക കാര്യങ്ങൾക്കൊന്നും നമ്മൾ കൂട്ടു നിൽക്കില്ല. പക്ഷെ അവർക്കൊരു കുറവ് വന്നു കഴിഞ്ഞാൽ അന്തസ്സായിട്ട് മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നൊന്നും പറയാതെ കൈ പിടിച്ച് കൊണ്ടുവരാനുള്ള സാമർഥ്യമൊക്കെ ഉണ്ട്. അപ്പം എന്നെ കേൾക്കുന്ന എല്ലാവരും നമ്മളുടെ മക്കൾക്ക് കൂടുതൽ ഒരു കരുതലും കരുണയും ദയൊക്കെ അവരുടെ മേൽ കാണിക്കുക. ഓക്കെ, ബായ്.